ഇത് വൃത്തിയാക്കാൻ ഇറങ്ങുന്ന ഒരു മനുഷ്യരാണ്. ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോയിയെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളുകൾ അവരും മനുഷ്യരാണ്. എങ്ങനെയാണ് അവർക്ക് അതിനുള്ളിൽ ഇറങ്ങാൻ കഴിയുന്നത്? അതിനേക്കാൾ ഉപരി നമ്മളും ചിന്തിക്കണം, എങ്ങനെ ഇത്രയും മാലിന്യം ഈ തോട്ടിലേക്ക് എത്തുന്നു എന്നുള്ളത് നമ്മൾ നാട്ടുകാരും ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. അതും ഒരു വശത്തുണ്ട്. പക്ഷേ നഗരം ഇങ്ങനെ തിങ്ങി വരുമ്പോൾ, നാടിങ്ങനെ തിങ്ങി വരുമ്പോൾ അതിനനുസരിച്ചുള്ള ആസൂത്രണം കൃത്യമായി നടത്താതെ പോകുന്നതിൻ്റെ പ്രശ്നം കൂടിയാണ്. മാലിന്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, തീർച്ചയായും ജനങ്ങൾ താമസിക്കുന്ന ആ മാലിന്യം എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യണമെന്നുള്ളത് എപ്പോഴും ഉറവിടത്തിൽ മാത്രം ചെയ്യാൻ കഴിയുന്നതല്ല. അതാണ് ഇവിടെ നമുക്ക് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. ഏതായാലും നമുക്ക് രശ്മി കാർത്തി കൂടി അവിടെ നിന്ന് ചേരുന്നുണ്ട്. രശ്മി, നമസ്തേ. എങ്ങനെയാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പോഴുള്ള നിലവിലുള്ള സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് ഇതുവരെ ചെയ്ത രക്ഷാപ്രവർത്തനങ്ങളൊന്നും തന്നെ പര്യാപ്തമായിരുന്നില്ല, നമുക്ക് വ്യക്തമായിട്ടുണ്ട്. നാവികസേന കൂടി രംഗത്ത് വരുമ്പോൾ നമുക്ക് കൂടുതൽ പ്രതീക്ഷയുണ്ട്. രശ്മി. വീണ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ തിരച്ചിൽ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ജോയിയെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഏറെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നേവി സംഘം കൂടി ഇന്നലെ രാത്രിയോടുകൂടി എത്തി. നേവി സോണാർ ഉപയോഗിച്ചുള്ള പരിശോധന അല്പസമയം തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. NDRFന്റെ സംഘവും ഫയർഫോഴ്സും ഒക്കെ കൂടെ നേവിയെ പിന്തുണയ്ക്കും എന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും മഴ ഒരു പ്രശ്നം തന്നെയാണ്. തിരുവനന്തപുരത്ത് രാവിലെ മുതൽ തന്നെ തുടർച്ചയായി മഴ പെയ്യുന്നുണ്ട്. അത് ഈ രക്ഷാപ്രവർത്തനത്തിന് ഒരു തിരിച്ചടിയാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ കോർപ്പറേഷൻ സെക്രട്ടറി നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഈ രക്ഷാപ്രവർത്തനം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? നമ്മൾ ഇന്നലെ ഫയർ ആൻഡ് റെസ്ക്യൂ പോയ സ്ഥലങ്ങളിൽ തന്നെ നേവിയുടെ ടീം പിന്നെ സോണാർ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഉള്ള സെർച്ചാണ് ഇന്ന് ചെയ്യുന്നത്. ഇതിനകത്ത് ഇതിന് പുറത്ത് ഡൗൺ സ്ട്രീമുകളിലും കൂടി നമ്മളിന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. അതിന് മൂന്ന് ടീമും ഉണ്ടാകും. ഇവിടെയും 3 ടീമുണ്ട്. പക്ഷെ മെയിനായിട്ടും നേവിയുടെ ടീമാണ് ഇന്ന് ഡൈവിങ് ഉപയോഗിക്കുന്നത്. പുറത്ത് എല്ലാ ടീമും ഉപയോഗിച്ചിട്ടുണ്ട്. ഡൗൺ സ്ട്രീമിലുള്ള എല്ലാ ഭാഗങ്ങളും സെർച്ച് ചെയ്യും. അതായത് ഇന്നലെ പരിശോധന നടത്തിയ സ്ഥലങ്ങളിലോ അതോ പുറത്തേക്ക്? ഇന്നലെ പരിശോധന നടത്തിയ സ്ഥലങ്ങൾ ഇന്ന് നമ്മൾ സോണാർ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് പരിശോധിക്കും. പുറത്ത് അല്ലാതെ മാനുവലായിട്ട് പുറത്തും പരിശോധിക്കും.